ഇരട്ട നികുതി വിഷയത്തിൽ സിനിമാ സംഘടനകളുടെ നിർണായക യോഗം ഇന്നാണ്. സംഘടനകൾ ഉന്നയിച്ച പ്രശ്നങ്ങളോട് മുഖം തിരിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഈ യോഗം. സൂചനാ പണിമുടക്കടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ യോഗത്തിൽ ചർച്ച ചെയ്യും. അബ്ദുൾ റഹീമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. റഹീമെ, ഗുഡ് മോർണിംഗ്. സിനിമാ സംഘടനകൾ നേരത്തെയും കടുത്ത നിലപാടിലേക്കൊക്കെ പോയതാണ്, സൂചനാ പണിമുടക്കിലേക്കും കാര്യങ്ങളൊക്കെ എത്തിച്ചേർന്നതാണ്. അപ്പോൾ കൂടുതൽ കടുപ്പിക്കുകയാണ് അവർ. സേതു, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ്, അതായത് സിനിമാ സംഘടനകൾ ഈ വിഷയത്തിൽ കടുത്ത നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 2025 മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിനിമാ സംഘടനകളെ ചർച്ചയ്ക്ക് വിളിക്കാമെന്ന് സർക്കാർ അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഇതുവരെയും അത് സംബന്ധിച്ച യാതൊരുവിധ നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ സിനിമാ സംഘടനകൾ ഒരുങ്ങുന്നതെന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ജൂൺ 1 മുതൽ സിനിമാ സംഘടനകൾ സമരം തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നതാണ്. പിന്നീട് സർക്കാർ ഇടപെടുകയും ഈ വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇത്തരത്തിൽ സമരത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. പിന്നീട് പലതവണ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കാമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും സിനിമാ സംഘടനകളെ ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുമുള്ള നടപടികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളോ ഒന്നും സിനിമാ സംഘടനയ്ക്ക് ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഒരു അടിയന്തര മീറ്റിംഗ് അത്തരത്തിൽ സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ചേരുന്നത്. ആദ്യം രാവിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മീറ്റിംഗ് ആണ് ചേരുന്നത്. അതിനുശേഷം ഫിലിം ചേംബറിൻ്റെ മീറ്റിംഗ് ഉണ്ട്. ഫിലിം ചേംബറിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ സിനിമ വിതരണക്കാരും അതുപോലെ തന്നെ മറ്റ് ആളുകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇന്ന് ഇവർ മീറ്റിംഗ് ചേരുകയും ഇതിനുശേഷം എന്താണ് തങ്ങളുടെ നടപടി എന്നുള്ളത് പ്രഖ്യാപിക്കുകയും ചെയ്യും. നേരത്തെ ഇരട്ട നികുതി വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിസ്സഹകരണം തുടരുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള കൈരളി ശ്രീ പോലെയുള്ള തിയേറ്ററുകൾക്ക് സിനിമ നൽകേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തിരുന്നു. ഈ അടിസ്ഥാനത്തിലാണ് മന്ത്രി സജി ചെറിയാൻ ഇടപെടുകയും അത്തരത്തിലുള്ള കടുത്ത നടപടിയിലേക്ക് പോകരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. പിന്നീട് ഇവർ നിസ്സഹകരണം വേണ്ടെന്ന് വെക്കുകയും സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷേ സർക്കാർ നിസ്സഹകരണം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് സിനിമാ സംഘടനകൾ ആരോപിക്കുന്നത്. ഏതായാലും ഇന്ന് ചേരുന്ന സിനിമാ സംഘടനകളുടെ മീറ്റിംഗിനൊടുവിൽ എന്താകും ഇവരുടെ പ്രഖ്യാപനം എന്നുള്ളതാണ്. സൂചനാ പണിമുടക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയേക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമാ വ്യവസായം പൂർണ്ണമായും പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് നിലവിൽ കാര്യങ്ങൾ. സേതു.